ഹലോ നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ആദ്യം തന്നെ ഒരു സംഭവം കാണിച്ചു തരാം. അതിലെഴുതിയിട്ടുള്ളത് ഇതാണ്: ഞങ്ങൾക്ക് വീട് വെക്കാനായി നിങ്ങളുടെ പറമ്പിൽ വെറും 2.5 ഏക്കർ സ്ഥലം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് മിസ് അബികാമി, മിസ് ശ്രീ പാർവതി. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതറിയില്ല കേട്ടോ. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ കളിക്കുമ്പോൾ ചെറിയ വീടുണ്ടാക്കിയിട്ട് കളിക്കില്ലേ. ഞങ്ങളൊക്കെ അന്ന് കുട്ടിപ്പര എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നൊക്കെ നമ്മൾ ഓലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ പക്രുവിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഞാനതും ഓരോ എല്ലാ സ്ഥലത്തും ഓരോന്ന് ഒക്കെ കുഴിച്ചിട്ടിക്കുക. അവർക്ക് സ്ഥലമില്ല. അപ്പോൾ സ്മിയാൻ്റിയുടെ അപ്പുറത്തെ പറമ്പിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് കുറ്റിയടിയൊക്കെ ആയിരുന്നു. ഇന്ന് സൺഡേ ആണ്. ഉച്ചയ്ക്ക് അവൾക്ക് ബാൻഡിൻ്റെ ക്ലാസ്സിനൊക്കെ പോകാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുറ്റിയൊക്കെ അടിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതെന്താ നമുക്ക് പോയോക്കട്ടോ, അതെന്തൊക്കെ കാണിക്കുന്നതെന്ന്. വെട്ടിയെടുത്താലോ? അപ്പുറത്താണ് ചെരുപ്പിടാനുള്ള സ്ഥലമൊക്കെ. അവിടെ ചെരുപ്പിടാനാണ് ഇപ്പൊ ഇത്. വലുതാക്കും ആൾക്കാരുണ്ട്. ഇനി മേൽക്കൂര പണിയാനുള്ള ഷാൾ എടുക്കാൻ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവരുമ്പോഴത്തേന് വരാം. ഇവിടെ തന്നെ നിന്നിടിച്ചെങ്കിൽ എൻ്റെ പണികളൊന്നും നടക്കില്ല. നല്ല വെയിലാട്ടോ. പക്ഷെ അവർ നിൽക്കുന്ന സ്ഥലത്ത് വെയിലൊന്നുമില്ല. എവിടെ വരെ എത്തി? കോൺക്രീറ്റ് കഴിഞ്ഞാ? ഇതിനിപ്പോ എന്താ പറയാ? ഓല എവിടെ? തരണം. ഇതെന്ത് ചെയ്യുന്നു? വെയിലങ്ങ് തെറിച്ചാൽ പിന്നെ ഭയങ്കര വെയിലാണ്, അല്ലെങ്കിൽ വെയിലില്ല, അല്ലെങ്കിൽ മഴ. സുഹൃത്തുക്കളെ, ഫ്ലോറിങ്ങിനായിട്ടുള്ള എന്താ പറയുക, കുഷ്യനൊക്കെ റെഡിയാക്കുന്നത്, അതല്ല, ഫ്ലോറിങ്ങിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഷ്യനൊക്കെ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ വീട് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീട് പണി ഇതുവരെ എത്തിയെന്നൊന്ന് കണ്ടിട്ട് വരാം. ആഹാ, ഡോറൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീടിൻ്റെ ഹൗസ് വാമിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇരുട്ടാവാനായിട്ടാണ് കേട്ടോ ഹൗസ് വാമിംഗ് ഒക്കെ. കുഷ്യനൊക്കെ ഇട്ട ഗണപതി ഹോമം കഴിഞ്ഞിട്ടോ. താങ്ക് യു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയാണ് കേട്ടോ, ഭയങ്കര മെമ്മറീസാണ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഹൗസ് വാമിങ് കഴിഞ്ഞെങ്കിലും താമസമൊക്കെ പിന്നീടായിരിക്കും കേട്ടോ, കാരണം സബ് ജില്ലാ കലോത്സവമൊക്കെ ആയിട്ട് തിരക്കിലാണ് പക്രു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.